വളരെ പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് 30%-ലധികം വോട്ട് ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തു വില കൊടുത്തും വിജയം ഉറപ്പാക്കാൻ സംസ്ഥാന ഭാരവാഹികളോടും പ്രവർത്തകരോടും പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ ആഹ്വാനം. ഈ മണ്ഡലങ്ങളിൽ ഒരു കക്ഷിയിലും പെടാതെ ചാഞ്ചാടി നിൽക്കുന്ന 10%-ഓളം വോട്ടുകൾ ഉണ്ടാകും. ബി.ജെ.പി നേതൃത്വത്തിലുള്ള മുന്നണിയുടെ വിശ്വാസ്യത ഉയർത്തിക്കാട്ടി ഈ വോട്ടുകൾ നേടി വിജയം ഉറപ്പാക്കാനാണ് ദേശീയ അധ്യക്ഷന്റെ ആഹ്വാനം. കൊച്ചിയിൽ നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് നിതിൻ നബീൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും മുഖ്യ വിഷയമാക്കിയാകും ബി.ജെ.പി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനും ഒപ്പം താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് കേരളത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം യോഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇരു മുന്നണികളുടെയും അഴിമതിയും പ്രീണനവും കൂടി തുറന്നു കാട്ടണമെന്നും നിതിൻ നബീൻ ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ശബരിമലയെ തകർത്തുകൊണ്ട് അധികാരം നിലനിർത്താനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും നിതിൻ നബീൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ഉള്ള A ക്ലാസ് മണ്ഡലങ്ങളടക്കം മഞ്ചേശ്വരമടക്കമുള്ള നിരവധി മണ്ഡലങ്ങൾ, ചെങ്ങന്നൂരിലൊക്കെ ഈ 30%-ന് മുകളിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളാണ്. ഈ 30 മണ്ഡലങ്ങളിൽ എന്തു വില കൊടുത്തും വിജയം നേടണം എന്നുള്ള ആഹ്വാനം. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൽ ചുവരെഴുതി നിതിൻ നബീൻ ഈ 140 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സംസ്ഥാന ഭാരവാഹികളുമായി ഇന്നും ദേശീയ അധ്യക്ഷൻ്റെ കൂടിക്കാഴ്ചയുണ്ടാകും. ഒപ്പം പരിചയസമ്പന്നരും ജനകീയരുമാകണം സ്ഥാനാർത്ഥികൾ എന്ന നിർദ്ദേശവും ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുണ്ട്. നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളം ഉൾപ്പെടെ, അസം ഉൾപ്പെടെ, തമിഴ്നാട്ടിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നേരിട്ട് ഇദ്ദേഹം നിയന്ത്രിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത 90 ദിവസം താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമാക്കണമെന്നും ആവശ്യപ്പെട്ട പശ്ചാത്തലം ഉണ്ട്. ഏതായാലും ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. KP അഭിലാഷും ഒപ്പം ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, 30%-ലധികം വോട്ടുകൾ കിട്ടിയ മണ്ഡലങ്ങൾ, അവിടെ ചാഞ്ചാടി നിൽക്കുന്ന 10%-ഓളം വോട്ടുകൾ, അത് പാർട്ടിയിലേക്ക് അടുപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ദേശീയ അധ്യക്ഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനമായും ബി.ജെ.പി കേന്ദ്രീകരിക്കുന്ന ആ മണ്ഡലങ്ങൾ? അവിടെ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ 5 സംസ്ഥാനങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതിൽ കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ പശ്ചിമ ബംഗാൾ പിടിക്കുക എന്നതിന് തന്നെയാണ് ബി.ജെ.പി പ്രഥമ പരിഗണന നൽകുന്നത്. തമിഴ്നാട്ടിലും അസമിലും പുതുച്ചേരിയിലും ബി.ജെ.പിയുടെ വ്യക്തമായ സാന്നിധ്യം ഉണ്ട് താനും. എന്നാൽ കേരളം ഇപ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രത്യേക ശ്രദ്ധയും ഊന്നലും നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ മണ്ഡലം ഇൻചാർജ് ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ നിതിൻ നബീൻ പ്രത്യേകമായ ചില സ്ട്രാറ്റജികളും നിർദ്ദേശങ്ങളുമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ബി.ജെ.പി നടപ്പിലാക്കുകയും വിജയിക്കുകയും ചെയ്ത പോളിസി എന്നതാണ്. അത് പ്രധാനമായും, അതായത് കരുത്തില്ലാത്ത സംസ്ഥാനത്ത് പോലും ഇത്തവണ അധികാരത്തിലേറും എന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ്. അതായത് ബി.ജെ.പി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളം പിടിക്കും എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഉള്ളതായിരിക്കും എന്നതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നരേന്ദ്രമോദി അടക്കം പ്രസംഗങ്ങളിൽ ആവർത്തിക്കുന്ന ഒന്ന് ഇരട്ട എഞ്ചിനുകളാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടത് എന്നതാണ്. അതായത് കേന്ദ്രത്തിൽ തുടർച്ചയായി ബി.ജെ.പി അധികാരത്തിലിരിക്കുമ്പോൾ ഏതൊരു സംസ്ഥാനത്തും ബി.ജെ.പി നേതൃത്വം നൽകുന്ന മുന്നണി കൂടി അധികാരത്തിൽ വന്നാൽ ആ സംസ്ഥാനത്തിന് വലിയ വികസനം നേടാനാകും എന്ന ഒരു സന്ദേശം ജനങ്ങൾക്കിടയിൽ പരത്തുക എന്നതിന് പ്രാമുഖ്യം നൽകണം എന്നതാണ് നിതിൻ നബീൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അതേസമയം തന്നെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സന്ദേശം നൽകുമ്പോൾ പോലും അധികാരത്തിലേക്ക് എത്തുക എന്നത് സാധ്യമല്ല എന്നത് ബി.ജെ.പി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അവിടെയാണ് രഞ്ജിത്ത് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുക, മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. അത് എടുത്തു പറയുന്നത്
ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരെ 4 കാറ്റഗറിയായി തിരിക്കുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്നത് രാഷ്ട്രീയമായ ഏത് സാഹചര്യത്തിലും BJPക്കും NDAക്കും അനുകൂലമാകുന്ന വോട്ടുകൾ ലഭിക്കുന്നത്, അതിൻ്റെ ശതമാനക്കണക്ക് ആദ്യം തയ്യാറാക്കുക. അതായത് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്ര ശതമാനം വോട്ട് ഉറപ്പായും നമുക്ക് ലഭിക്കും എന്നതിൻ്റെ ഒരു ഡേറ്റ തയ്യാറാക്കുക. അതിനുശേഷം വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക എന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി. അതായത് BJPയോട് വലിയ വിയോജിപ്പുകൾ ഒന്നുമില്ലാതെ BJPയുടെ ഒരു അനുഭാവം പുലർത്തി BJPക്ക് വോട്ട് നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര വോട്ടർമാരുണ്ട്, അതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുക. മൂന്നാമത്തെ കാറ്റഗറി എന്നത് നിഷ്പക്ഷ വോട്ടുകൾ എന്നതാണ്. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഇല്ലാത്ത ആളുകൾ, അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിലും പിന്തുണയ്ക്കാം സാഹചര്യത്തിനനുസരിച്ച്, അങ്ങനെയുള്ള മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി വോട്ട് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളവർ. ഇങ്ങനെ 4 കാറ്റഗറിയായി വോട്ടർമാരെ തിരിച്ച് ഈ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അതിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വോട്ടുകൾ പൂർണ്ണമായും BJP പാളയത്തിലേക്ക് NDAയിലേക്ക് എത്തിക്കുക. അതായത് അഭിലാഷ്, ഈ പറഞ്ഞ 30 മണ്ഡലങ്ങൾ 30% മുകളിൽ വോട്ട് നേടിയ 30 മണ്ഡലങ്ങൾ, ഈ 30 മണ്ഡലങ്ങളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ച് അവരോട് പ്രവർത്തിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ചില ആഴ്ചകൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയൊക്കെ വളരെ കൃത്യമായി തന്നെ പ്രവർത്തനം ആരംഭിച്ച് താഴെത്തട്ടിലടക്കം ഈ വിവരം പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന പരിപാടികളൊക്കെ പൂർത്തിയായി കാണുമല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം നേമം മണ്ഡലം എന്നത് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. അതേസമയം തന്നെ നേമത്തോടൊപ്പം വട്ടിയൂർക്കാവ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1ാമത് വോട്ട് ശതമാനത്തിൽ എത്തിയ മറ്റൊരു മണ്ഡലമാണ്. പക്ഷേ വട്ടിയൂർക്കാവിലടക്കം കൃത്യമായി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ 1-2 പേരുകൾ ഉണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള പേരുകളാണ്. അവിടെ ഒരുപക്ഷെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ മത്സരത്തിന് വരുമോ, ശോഭാ സുരേന്ദ്രനായിരിക്കുമോ മത്സരിക്കുക? തുടക്കത്തിൽ ശ്രീലേഖയുടെ പേരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ പേരിന് വലിയ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിതിൻ നബീൻ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നത് ഏതാണ്ട് 9 മണ്ഡലങ്ങൾ, അതിൽ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. അതിലിപ്പോൾ മഞ്ചേശ്വരത്ത് ഏതാണ്ട് സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ അശ്വിനി മത്സരിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവർ മണ്ഡലത്തിലൊക്കെ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ 9 മണ്ഡലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ കോവളം, അതോടൊപ്പം തന്നെ പാറശാല, ചെറിയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര ഈ മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് ശതമാനം ഏതാണ്ട് 30%-ലധികം വോട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന കണക്കുകൂട്ടൽ ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും BJPക്ക് വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്താൻ പറ്റുമെന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. ഈ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എത്രയും പെട്ടെന്ന് നിശ്ചയിക്കുക, അത് ഔദ്യോഗികമായി തന്നെ തീരുമാനമെടുത്ത, അതായത് ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും നമുക്കറിയാമല്ലോ രഞ്ജിത്ത്, പലപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ച് ചുവരെഴുത്തുകൾ ആരംഭിച്ച ശേഷം പോലും സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ സഖ്യകക്ഷികളുമായി, പ്രത്യേകിച്ച് NDAയുടെ ഘടക കക്ഷികളുമായി ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുകൾ നടത്തേണ്ടതുണ്ട് എങ്കിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കുക. അതിനുശേഷം ഈ മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ കൃത്യമായി, അതായത് വോട്ട് ശതമാനം കുറയുകയോ വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ വലിയ തോതിൽ തിരിച്ചടി നേരിടുകയോ ചെയ്താൽ ആ ഉത്തരവാദിത്തം ആർക്ക് എന്ന നിലയിൽ തന്നെ കൃത്യമായി പേരുകൾ അടക്കം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് കിട്ടിയ 30% വോട്ടുകളുണ്ട്. 30%-ന് മുകളിൽ കിട്ടിയ വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളുണ്ട്. അത് 30 മണ്ഡലങ്ങളെന്നാണ് ഇപ്പോൾ പാർട്ടി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെ ഇന്നലെ കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നേരിട്ടിടപെട്ട് ഈ മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം നിതിൻ നബീൻ ഇന്നും കേരളത്തിൽ തുടരുകയാണ്. ഡാനി പോൾ കൂടി ചേർന്ന്. ഡാനി, ഇന്നിപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം ഉണ്ട്. തൃശ്ശൂരിൽ ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും യോഗങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഇന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ്
കൊച്ചിയിൽ നടന്നത്. ആദ്യമായി സംസ്ഥാനത്തേക്ക് ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം എത്തുന്നു എന്നൊരു പ്രവർത്തകരിലുള്ള ഒരു വലിയ ആവേശം അത് ഈ ദിവസങ്ങളിലായി തുടരുന്ന 2 ദിവസങ്ങളിലായി തുടരുന്ന പര്യടന പരിപാടികൾ, സന്ദർശനങ്ങൾ ഇതിൽ ഉടനീളം നിലനിർത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. ഇന്നലെ കൊച്ചിയിൽ ഇവിടെ ജില്ലാ അധ്യക്ഷന്മാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികൾ ഇവരുമെല്ലാമായിട്ട് ചേർന്ന വിപുലമായ യോഗം നടത്തി. അതോടൊപ്പം തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്നു. NDA-മായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി യോഗം അത് വേറെയും ചേർന്നു. അങ്ങനെ വിപുലമായ പരിപാടികൾ, വലിയ രീതിയിലുള്ള വേഗത്തിലുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് അടക്കം നീങ്ങുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുന്നത്. തൃശ്ശൂരിലും ഇതുപോലെ തന്നെ പരിപാടികൾ, തുടർച്ചയായുള്ളൊരു പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള ഒരു ഭൂമികയായിട്ട് അവരതിനെ കാണുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അവിടെ പ്രതീക്ഷകൾ അവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ അടക്കമുള്ളൊരു സാന്നിധ്യം ആ മേഖലയിലെല്ലാം തന്നെ അവർക്കൊരു സ്വാധീനം ഉറപ്പാക്കി നിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വോട്ടാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇന്നലെ ഇവിടെ സംസാരിച്ചത്. അത്രയും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 30 സീറ്റെങ്കിലും സ്വാധീനമുള്ള ഇടങ്ങളിൽ, തങ്ങൾക്ക് വോട്ട് ഷെയർ വന്ന ഇടങ്ങളിൽ ആ വോട്ട് ബാങ്കുകൾ നിലനിർത്തിക്കൊണ്ട്, ഒപ്പം തന്നെയും കൂടുതൽ വോട്ടുകൾ BJPയോട് അടുക്കാൻ താല്പര്യമുള്ളവരുടെ എല്ലാം തന്നെ വോട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഇത് അപ്രാപ്യമായ ഒന്നല്ല, അസാധ്യമായ ഒന്നല്ല, നമുക്ക് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് എന്നാണ് അദ്ദേഹം പ്രവർത്തകരോട് ഇതെല്ലാം തന്നെ പറയുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഒരു തുടർച്ചയായ പരിപാടികളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നത്. ഇന്ന് തൃശ്ശൂരിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. ഇത്തരം ചുവരെഴുത്തുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ, പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന, നന്ദി കുറിക്കുന്ന അടക്കമുള്ള പരിപാടികളും അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് പ്രവർത്തകരെ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വ സന്ദർശനം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും മറ്റ് ഭാരവാഹികളും എല്ലാം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ഇന്ന് രാവിലെ അവിടെ കാലടിയിലുള്ള ശൃംഗേരി മഠത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടത്തുകയും ചെയ്തു. അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഈ ശബരിമല സംബന്ധിയായ വിഷയങ്ങളിൽ ഇടത് വലത് പക്ഷങ്ങൾ അവർ രാഷ്ട്രീയം കളിക്കുകയാണ്, ഇത് കൃത്യമായി തങ്ങൾ തുറന്ന് കാണിക്കുകയും ചെയ്യുമെന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. എന്നാൽ ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടികളിലേക്കെല്ലാം തന്നെ BJP കടക്കുകയാണ്, BJP മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2 ദിന സന്ദർശനം കൊണ്ട് തന്നെ പ്രവർത്തകരിലേക്ക് ഒരു ആവേശം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു പോവുക എന്നത് തന്നെയാണ് അദ്ദേഹവും ഉദ്ദേശിക്കുന്നത്. ഏതായാലും എറണാകുളത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.